الحمد لله. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإذا فرغت فانصب وإلى ربك فارغب. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റമദാൻ അതിവേഗം കടന്നു പോവുകയാണ്. എണ്ണാൻ പോലും നേരമില്ലാത്ത വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹീത നിമിഷങ്ങളിൽ അവന്റെ ഭവനത്തിലെ നമ്മുടെ ഒത്തുചേരലുകളെ നാളെ സ്വർഗത്തിന് വേണ്ടി സാക്ഷി നിർത്തി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാൻ വിട പറയുന്നില്ല. അത് അല്പം കൗതുകമുള്ള ഒരു തലക്കെട്ടാണ് എന്നൊരു പക്ഷെ തോന്നും. യഥാർത്ഥത്തിൽ സാങ്കേതികമായിട്ട് റമദാൻ എന്ന മാസം നമ്മിലൂടെ കടന്നു പോകും. അപ്പോ പള്ളികൾ കാലിയാകും, നോമ്പ് തുറയും, നോമ്പിന്റെ പല നിമിഷങ്ങളും ഓർമ്മകളായിട്ട് മാറും. എന്നാലും റമദാൻ യഥാർത്ഥത്തിൽ കടന്നു പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, വിട പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. കാരണം റമദാനിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഒരു കർമ്മവും ചെയ്യുന്നില്ല. ഉണ്ടോ? പ്രത്യേകമായിട്ടൊന്നും ചെയ്യുന്നില്ല. നമ്മൾ റമദാനിൽ ഒന്നുകൂടി സജീവമാകുന്നു എന്ന് മാത്രം. നമസ്കാരം റമദാനിലുണ്ട്, റമദാനിന് ശേഷവുമുണ്ട്. സക്കാത്ത് റമദാനിലുണ്ട്, എന്നാൽ റമദാനിൽ വർഷം തികയാത്തതിന്റെ സക്കാത്ത് റമദാൻ കഴിഞ്ഞായിരിക്കും നാം നൽകുന്നത്. ദാനധർമ്മങ്ങൾ റമദാനിന് ശേഷവുമുണ്ട്. റമദാനിലെ നിർബന്ധ നോമ്പ് ഇല്ലെങ്കിലും സുന്നത്തായ ധാരാളം നോമ്പുകൾ റമദാനിന് ശേഷവും നാം നിർവഹിക്കാറുണ്ട്. അതേപോലെ തന്നെ രാത്രി നമസ്കാരം റമദാനിന് ശേഷവും തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ടാകണം. ആ ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് റമദാൻ വിട പറയുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മിൽ ബാക്കിയാവേണ്ടത്. പൊതുവെ റമദാൻ കൈവിട്ട് പോകുമ്പോൾ വല്ലാത്തൊരു നെടുവീർപ്പ്, അല്ലെ? എല്ലാം കഴിഞ്ഞു, പലതും നേടി എന്നുള്ള സംതൃപ്തിയും ആശ്വാസവും. പിന്നെ ജീവിതം മറ്റൊരു വഴിക്ക് സഞ്ചരിക്കാൻ, ഉത്സവ പിറ്റേന്ന് എന്ന് പറയാറില്ലേ? ഉത്സവത്തിന് വളരെ സജീവമായ ഇടങ്ങൾ പിറ്റേന്ന് ആരുമില്ലാതെ കാലിയാകും. ഇങ്ങനെ നമ്മുടെ പള്ളികൾ മാറുന്നൊരു സാഹചര്യമുണ്ട്. ഒരുപാട് ചിന്തിച്ചു പോകും. അത് പെരുന്നാൾ സുദിനത്തിലെ ബഹുർ നമസ്കാരം മുതൽ തുടങ്ങുന്നുണ്ട്, അല്ലേ? എവിടെയാണ് നമ്മൾ നഷ്ടപ്പെടുന്നത്? നമുക്ക് നമ്മെ നഷ്ടപ്പെട്ടു പോകുന്നത്? പെട്ടെന്ന് നമ്മുടെ മൂഡ് മാറി, മാനസികാവസ്ഥ മാറി, എന്തൊക്കെയോ മനസ്സിൽ നിന്ന് ഓർന്ന് വീണു പോയ പോലെ നമ്മൾ പിന്നെയും പഴയ മനുഷ്യരായിട്ട് മാറിപ്പോകുന്നു, അല്ലേ? ഒരുതരം വെട്ടുകിളികളെ കുറിച്ച് പറയാറുണ്ട്. ആ വെട്ടുകിളികള് കൂട്ടമായിട്ട് ഗോതമ്പ് വയലുകളിലേക്ക് വന്നു വീഴും. സ്വർണ്ണവർണ്ണമുള്ള നന്നായിട്ട് വിളഞ്ഞു നിൽക്കുന്ന ഗോതമ്പ് വയലിലേക്ക് അവ ഇങ്ങനെ മഴക്കാറ് പോലെ വന്നു വീഴുകയാണ്. അങ്ങനെ ഒരുപാട് വെട്ടി വിഴുങ്ങിയിട്ട് ഒടുവിൽ ആ വെട്ടുകിളികൾ അവിടെ തന്നെ വയറ് പൊട്ടി മരിച്ചു പോകുമത്രേ. എന്തിനാണ് ഈ ധാന്യം അത്രയും അകത്താക്കിയത് എന്നറിയാതെ സ്വയം പൊട്ടി മരിച്ചു പോകുന്ന അവസ്ഥ എന്ന് പറയുന്നു. അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൊച്ചിയുടെ ദേശീയ പക്ഷിയായ കൊതുകിനോടും ഇതിനെ ഉപമിക്കാവുന്നതാണ്.
അല്ലേ? ഒരു കൊതുക് നമ്മുടെ കയ്യിൽ വന്നു നിന്നാല് അതിന് കുറേ നേരം രക്തം കുടിക്കാൻ അവസരം കൊടുത്താൽ പിന്നെ എന്താ സംഭവിക്കാം? അത് നന്നായി ചുവന്ന് ചേർത്ത് നിൽക്കും. പിന്നെ അതിന് പറന്നു പോകാൻ കഴിയില്ല. ഒന്നുകിൽ അത് പൊട്ടി മരിച്ചു പോകും, അല്ലെങ്കിൽ ഒന്ന് തൊടുമ്പോഴേക്ക് മുഴുവനായി രക്തമായിട്ടുണ്ടാവും. അല്ലെ? എന്തിനാണ് താൻ ഈ രക്തം മുഴുവൻ കുടിച്ചത് എന്നറിയാത്ത അവസ്ഥയിൽ കൊതുക് ഇല്ലാതായി പോകും. എന്നൊക്കെ പറയുന്നത് പോലുള്ള പെട്ടെന്നുള്ള ഒരു വല്ലാത്ത ഒരു അഭിനിവേശം, പിന്നെ അത് അങ്ങനെ തന്നെ അങ്ങ് ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും നമ്മൾ നേടുന്നില്ലല്ലോ. നമ്മൾ സാധാരണ പറയില്ലേ, ഏത് മിഷന്റെ പിന്നിലും ഒരു വിഷൻ ഉണ്ടാകും. അങ്ങനെയല്ലേ? പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ആദ്യം ഒരു വിഷൻ ഉണ്ടാകണം, എന്നിട്ടാണ് അതിനെ നമ്മൾ ഒരു മിഷൻ ആക്കിയിട്ട് അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നോമ്പ് ഒരു മിഷൻ ആണെങ്കിൽ, റമദാൻ ഒരു ദൗത്യ പൂർത്തീകരണമാണെങ്കിൽ, ഇതിന്റെ പിന്നിലെ അടിസ്ഥാന കാഴ്ചപ്പാട് എന്താണ് എന്നത് കൃത്യമായി നമ്മുടെ മനസ്സിലുണ്ടാകണം. എങ്കിലിങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന കുമിളയായിട്ട് നമ്മുടെ കർമ്മങ്ങൾ മാറിപ്പോവുകയില്ല എന്നതാണ്. അതിന്റെ വിഷൻ എന്താണ്, മിഷൻ എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ മദ്രസയിൽ ഇസ്ലാം കാര്യങ്ങൾ ചൊല്ലി പഠിച്ചില്ലേ? ഇസ്ലാം കാര്യം 5 അവകൾ അറിയൽ ഫർദാണ്, കലിമ ഷഹാദത്ത് 1, നിസ്കാരം അതിൽ 2. ഞാനൊരു പാട്ട് നമ്മൾ പണ്ട് പഠിച്ചതാണ്. പക്ഷെ അതില് മിഷൻ പറയുന്നുണ്ട്, വിഷൻ പറഞ്ഞിട്ടില്ല. അല്ലെ? എന്തിനാണ് എന്ന് പറഞ്ഞില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം കാര്യം പഠിപ്പിച്ചത് വേറൊരു ശൈലിയിലാണ്. അതിനാദ്യം അവിടുന്ന് ഒരു വാചകം പറയുന്നുണ്ട്. ഇത് നമ്മുടെ മനസ്സിൽ വളരെ ശക്തമായിട്ടുണ്ടാവണം. എന്താ പറഞ്ഞെന്നറിയോ? ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ. ഇങ്ങനെ പറഞ്ഞത്. കേവലം 5 കാര്യം എണ്ണി പറയല്ല ചെയ്തത്. അങ്ങനെ ഉണ്ടല്ലോ, ഷഹാദത്ത്, പിന്നെ നമസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്. ഇതാണ് 5 മിഷൻ. പക്ഷെ അതിന്റെ പിന്നിലെ വിഷൻ എന്താണ്? അതാണ് അവിടുന്ന് ആദ്യം പറഞ്ഞത്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ. ബുനിയൽ ഇസ്ലാം, ഇസ്ലാം കെട്ടിപ്പടുക്കപ്പെട്ടിരിക്കുന്നു. ബന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മതില് കെട്ടി ഒരു കെട്ടിടം പണിയുന്നതിനാണ് ബന എന്ന് പറയാം. ബിനാ, കെട്ടിടം എന്നാണ് അർത്ഥം. ബന്നാ എന്ന് പറഞ്ഞാൽ കെട്ടിട നിർമ്മാതാവ് എന്നാണ്. ബുനിയൽ ഇസ്ലാം, ഇസ്ലാം കെട്ടിപ്പടുക്കപ്പെട്ടിരിക്കുന്നു അലാ ഖംസിൻ, 5 കാര്യങ്ങൾക്കുമേൽ. അപ്പൊ ഈ 5 കാര്യങ്ങൾ എന്താണ്? ഈ 5ഉം നമുക്ക് ഇതുപോലെയുള്ള പില്ലറുകളായിട്ട് സങ്കല്പിക്കാം. ഈ തൂണുകൾ ഉണ്ടല്ലോ, ഇതുപോലെ 5 തൂണ് മനസ്സിൽ സങ്കല്പിക്കാം. ഈ 5 തൂണാണോ കെട്ടിടം? അല്ലല്ലോ. ഈ 5 തൂണുകൾക്ക് മുകളിൽ എന്താണോ ഉള്ളത് അതാണ് കെട്ടിടം എന്നാണ് മനസ്സിലാകുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് അതിന്റെ വിഷൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഒരു കെട്ടിടമാണ് നിർമ്മിക്കേണ്ടത്, അതിന്റെ മിഷൻ, അതിനുവേണ്ടി നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടത് ഈ 5 പില്ലറുകളുടെ മുകളിലാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ആശയമാണ്. അതിനാൽ പില്ലർ മാത്രം ഉണ്ടാക്കാം, അത് പിന്നെയും മിനുക്കി പെയിന്റ് അടിച്ച്, അല്ലെ, അതിന്റെ മുകളിൽ പിന്നെ പുതിയൊരു മാർബിൾ വന്നപ്പോ അതുകൊണ്ട് ഒന്നുകൂടി പൊതിഞ്ഞ്, ഇങ്ങനെയൊക്കെ നമുക്ക് പില്ലറിനെ മനോഹരമാക്കാം. പിന്നെ സ്റ്റീലിന്റെ ഒരു കവറിട്ട് ഇങ്ങനെ പലതരം പില്ലറുകൾ നമ്മൾ പള്ളികളിലൊക്കെ കാണാറുണ്ട്, അല്ലെ? അതുകൊണ്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതിന് മുകളിലുള്ള ഈ കെട്ടിടമാണ് നമ്മുടെ വിഷൻ എന്ന് പറയുന്നത്. അതിലേക്ക് എത്തുന്നില്ലെങ്കിൽ നമ്മുടെ അമലുകൾ ലക്ഷ്യം പ്രാപിക്കുകയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അവിടുന്ന് ഈ 5 കാര്യങ്ങൾ എണ്ണി പറഞ്ഞല്ലോ. ഈ 5ഉം ഈ കെട്ടിട നിർമ്മാണത്തിന്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളാണ് എന്ന് പറയാം. അങ്ങനെയാണ് സംഭവിക്കുക. അപ്പൊ ഒരു കെട്ടിടം പണി നടക്കുമ്പോ ഓരോ ഇഷ്ടികകൾ ഇങ്ങനെ എടുത്തു വെക്കാണ്, അല്ലെ? അങ്ങനെയാണെങ്കിൽ ആലോചിച്ച് നോക്കൂ, നമ്മളിപ്പോ എത്ര കാലമായി നോമ്പെടുക്കുന്നു? ഞാൻ ബോധപൂർവം ഒരുപക്ഷെ 40 വർഷം നോമ്പെടുത്തിട്ടുണ്ടാവും. നിങ്ങളും ഒരുപക്ഷെ അതിൽ കൂടുതൽ വർഷങ്ങൾ ബോധപൂർവം നോമ്പെടുത്തവരുണ്ടാവും, കുറഞ്ഞ കാലം നോമ്പെടുത്തവരുണ്ടാവും.
എങ്കിൽ ആ ഓരോ നോമ്പും ഓരോ ഇഷ്ടികയായിട്ട് സങ്കല്പിക്കാം. നമുക്കൊരു സൗധം പണിയണം, ഇസ്ലാം എന്ന സൗധം. അതിലേക്ക് എടുത്തു വെക്കുന്ന ഓരോ ഇഷ്ടികകൾ ഓരോ വർഷത്തിലും നമ്മളിങ്ങനെ നിർമ്മിച്ച് ആ സൗധത്തിൽ, ഇസ്ലാമാകുന്ന സൗധത്തിന്റെ ചുമരിൽ ഇങ്ങനെ എടുത്തു വെച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ? അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അല്ലാതെ കുറെ ഇഷ്ടികകൾ പണിയുക, പിന്നെ അത് എറിഞ്ഞുടച്ചു കളയുക, അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ലല്ലോ. ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ലക്ഷ്യബോധം ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ശരിക്കും ഇസ്ലാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലം കൊണ്ട് ഈ 5 പില്ലറുകൾക്ക് മുകളിൽ ഇസ്ലാം എന്ന സൗധത്തെ കെട്ടിപ്പടുത്തിട്ടുണ്ട് അല്ലെ? എന്നിട്ട് ഒടുവിൽ പറഞ്ഞല്ലോ, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീനിനെ ഇന്നേ ദിവസം ഞാനിതാ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് അവിടുന്ന് ദൗത്യ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ അനുമതിയോടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ദൗത്യം പൂർത്തിയായി. ഹജ്ജത്തുൽ വിദായോട് കൂടിയിട്ട് അത് പ്രഖ്യാപിക്കപ്പെട്ടു. ലോകം അത് ഏറ്റെടുത്തു. അവിടുന്ന് തന്റെ ദൗത്യം പൂർത്തീകരിച്ച് വിടവാങ്ങി അല്ലെ? 23 കൊല്ലം കൊണ്ടാണ്. അതിനുശേഷം 1450 കൊല്ലങ്ങൾ പിന്നിടുമ്പോ എത്ര 23 കൊല്ലം കടന്നുപോയി? എത്ര കടന്നുപോയി? കണക്ക് കൂട്ടേണ്ടി വരും. ഒരുപാട് 23 അല്ല, ഒരുപാട് 230 കൊല്ലങ്ങൾ കടന്നുപോയിട്ടുണ്ട്. എന്നിട്ട് വല്ലതും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. കാരണം നമ്മള് നാരായണത്ത് ഭ്രാന്തന്റെ പണിയാണ് എടുക്കുന്നതെന്ന് തോന്നുന്നു അല്ലെ? നമ്മളിങ്ങനെ പില്ലറുകൾ പണിയുന്നു, മലമുകളിലേക്ക് ഉരുട്ടിക്കയറ്റുന്നു, താഴോട്ടിട്ട് കൈകൊണ്ട് ചിരിക്കുന്നു. ഇതാണിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഖുർആൻ അങ്ങനെ ഒരു സ്ത്രീയുടെ ഉപമ പറയുന്നുണ്ട് സൂറത്തുൽ നഹ്ലിൽ. നിങ്ങൾ അവളെ പോലെ ആകരുത് എന്ന് പറഞ്ഞിട്ട്. ആ സ്ത്രീ എല്ലാ ദിവസവും കാലത്ത് വീട്ടിൽ നിന്നിറങ്ങും. അല്പം മാനസിക പ്രശ്നമുള്ള ഒരു സ്ത്രീയായിരുന്നു അത്രേ അത്. എന്നിട്ട് ആ സ്ത്രീ അങ്ങാടിയിലെത്തിയിട്ട് ഈ കടകൾക്ക് മുമ്പിലുള്ള കുഞ്ഞു കുഞ്ഞു നൂലിന്റെ കഷ്ണങ്ങളൊക്കെ പെറുക്കിയെടുക്കും. എല്ലാം പെറുക്കിയിട്ട് സഞ്ചിയിലാക്കും. എന്നിട്ട് അവര് ഒരിടത്തിരുന്ന് ഈ നൂലുകളെല്ലാം കൂടി നന്നായി പിരിച്ച് ഭദ്രമായ ഒരു കയറാക്കിയിട്ട് മാറ്റും. അങ്ങനെ കയറാക്കിയതിന് ശേഷം വൈകുന്നേരമാകുമ്പോൾ അവര് പിന്നെയും ഒരിടത്തിരുന്ന് ഈ കയറ് പിന്നെയും ഉടച്ച് പഴയ നൂലുകളാക്കിയിട്ട് മാറ്റും. എന്താ സംഭവിച്ചത്? പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. വലാ തകൂനൂ കല്ലതീ നഖദത് ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ എന്ന് അള്ളാഹു അതിനെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ആകരുത്. നൂലുകൾ പെറുക്കിയെടുത്ത് ബലിഷ്ഠമായ കയറുണ്ടാക്കി വീണ്ടും പിരി ഉടച്ചു കളയുന്ന ആ പെണ്ണിനെ പോലെയാകരുത്. അതിന് തൊട്ട് മുമ്പും ശേഷമൊക്കെ അള്ളാഹു കരാറിനെ കുറിച്ചാണ് പറയുന്നത്. അള്ളാഹുമായുള്ള കരാർ. കരാറിൽ ഏർപ്പെടുകയും ആ കരാർ ലംഘിച്ചു കളയുകയും ചെയ്യുന്ന പ്രവണതയെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ അള്ളാഹുമായിട്ട് ഒരുപാട് അടുത്തും ഒരുപാട് കരാറുകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ഓരോ പ്രാർത്ഥനയും ഒരു കരാറാണ്. വളരെ അപകടമാണ് ശരിക്കും പ്രാർത്ഥന. നമ്മൾ കരുതുന്ന എന്തൊക്കെയോ പഠിച്ചവനോട് കൈനീട്ടിയിട്ട് വാങ്ങുന്ന ഒരു ഏർപ്പാടാണ് പ്രാർത്ഥന. അങ്ങനെയാണോ? അങ്ങനെയല്ല. ഓരോ പ്രാർത്ഥനയും അപകടകരമാണ്. കാരണം ഓരോ പ്രാർത്ഥനയും അള്ളാഹുവുമായുള്ള കരാറുകളാണ്. അള്ളാഹുവേ, എന്നെ നീ ഹിദായത്തിലാക്കണേ, എന്നെ നീ സ്വർഗത്തിലാക്കണേ എന്നൊരാൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന് അർത്ഥം എന്താണ്? ഞാൻ അതിന് സന്നദ്ധനാണ്, എന്നെ മാറ്റിപ്പണിയാൻ ഞാൻ സന്നദ്ധനാണ്, അതുകൊണ്ട് എനിക്ക് നീ അവസരം തരൂ എന്നാണ്. അത് അള്ളാഹുമായുള്ള ഒരു കരാറായി. അള്ളാഹു എന്നോട് നീ പൊറുക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ഞാൻ നിന്നിൽ നിന്ന് ആ പൊറുക്കൽ ഏറ്റുവാങ്ങാൻ യോഗ്യനാണ്, ഇനി എന്നിൽ നിന്ന് അബദ്ധങ്ങൾ സംഭവിക്കില്ല എന്ന് അള്ളാഹുവുമായിട്ട് നമ്മളൊരു കരാറിൽ ഏർപ്പെടുകയാണ്. ഇത്രയൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ടോ? നമ്മൾ പ്രാർത്ഥിച്ചു പോവുകയാണ് അല്ലെ? വളരെ ആലോചിക്കേണ്ട വിഷയമാണ്. ഇങ്ങനെ നമ്മുടെ കർമ്മങ്ങളും ഇബാദത്തുകളും പ്രാർത്ഥനകളുമെല്ലാം അള്ളാഹുവുമായുള്ള ഒരു ടൈപ്പാണ്, നിരന്തരമായ കരാറുകളാണ്. ഈ കരാറുകൾ പാലിക്കപ്പെടുകയാണ് വേണ്ടത്. അങ്ങനെ സംഭവിക്കാതിരിക്കുമ്പോ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കെട്ടിടം പണി പൂർത്തിയാവൂല. ചിലയിടത്തൊക്കെ കാണാറില്ലേ,
ഇങ്ങനെ പില്ലറുകൾ മാത്രമായിട്ട് അല്ലെങ്കിൽ വെറും കോൺക്രീറ്റ് ഇട്ട് പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരുപാട് കെട്ടിടങ്ങൾ കാണാം. അതിന്റെ പിന്നിൽ ഒരുപാട് ദുരിതങ്ങളുടെ കഥകൾ ഉണ്ടാവും അല്ലെ? പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങിയില്ല, പെട്ടെന്ന് ഫണ്ടിങ് നിലച്ചുപോയി, ജീവിതം മറ്റൊരു വഴിക്കായി പോയി. അങ്ങനെയാണ് നോക്കുകുത്തി പോലെ കെട്ടിടങ്ങൾ നിൽക്കുന്നത്. ഇതേപോലെ ഇസ്ലാമാകുന്ന നമ്മുടെ കെട്ടിടമുണ്ടല്ലോ, നമുക്ക് പൂർത്തീകരിക്കേണ്ട ആ സൗധം, അത് പൂർണ്ണതയില്ലാതെ വരും. വ്യക്തിപരമായി നമ്മുടെ അകത്ത് ഇസ്ലാമാകുന്ന ഒരു സൗധം കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. നമ്മുടെ കുടുംബത്തിൽ അത് കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഇസ്ലാമിനെ സമ്പൂർണമായിട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ അതൊന്നും സാധിക്കാതെ ഇങ്ങനെ കടപ്പുറത്ത് മണൽ കൊണ്ട് കുടില് കെട്ടിയിട്ട് തിര മായ്ച്ചു കളയുന്ന പോലുള്ള ഒരവസ്ഥയാണ് പലപ്പോഴും സംഭവിച്ചു പോകുന്നത് അല്ലെ? അവിടെയാണ് മാറി ചിന്തിക്കാനുള്ള ധീരമായ നിലപാടുകൾ നമ്മിൽ ഉണ്ടാകേണ്ടത്. വളരെ പ്രധാനമാണ്. ഇനി എങ്ങനെയായിരിക്കണം എൻ്റെ ഇനി അങ്ങോട്ടുള്ള യാത്രകൾ എന്നതിനെ കുറിച്ച് നല്ല ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതിൽ പല ആശങ്കകളും മനസ്സിലുണ്ടാകും. പഠിച്ചോനെ, ഇനിയിപ്പോ എങ്ങനെയാണ് റമദാൻ കഴിയുമ്പോ ഈ നേടിയെടുത്ത നന്മകളൊക്കെ നിലനിർത്തിയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക? ഇനി ഒരു 11 മാസം കഴിയണ്ടേ ഇനി ഒരു റമദാനിൽ എത്തണമെങ്കിൽ? അത്രയും കാലം എങ്ങനെ പിടിച്ചു നിൽക്കും? ഇങ്ങനെ ഒരു ആശങ്ക സ്വാഭാവികമായി നമ്മുടെ അകത്തുണ്ടാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പ്രാക്ടിക്കലായിട്ട് ഒരു മറുപടി പറയുന്നുണ്ട്. 11 മാസം അവിടെ നിൽക്കട്ടെ, അങ്ങനെ ആലോചിക്കാതിരിക്കും. പിന്നെ എന്താ ചെയ്യാം? വളരെ സിമ്പിൾ ആയിട്ട് ആലോചിക്കും. അവിടുന്ന് പറയാണ് അസ്സലവാത്തുൽ ഖംസ് വൽ ജുമുഅതു ഇലൽ ജുമുഅ വറമളാനു ഇലാ റമളാൻ മുകഫിറാത്തുൻ ലിമാ ബൈനഹുന്ന ഇദാ ജതുനിബത്തുൽ ഖബായിർ. നിങ്ങൾ അത്രയൊന്നും ആലോചിക്കണ്ട. പിന്നെയോ, നിങ്ങൾ ഒരു ദിവസത്തെ നമസ്കാരത്തെ കുറിച്ച് ആലോചിക്കും. ഇപ്പൊ നമ്മൾ ദുഹർ നമസ്കരിച്ചിട്ടായിരിക്കുന്നത്. ഇപ്പോൾ സമയം 1:35 അല്ലെ? ഇനി 4:15 നമ്മള് അസ്ർ നമസ്കരിക്കും. 4:10 അസ്ർ നമസ്കാരം. ഈ 2 നമസ്കാരങ്ങൾക്കിടയിൽ ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അല്ലെ? ഒരു 2.5 2.25 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ഇത്രയും സമയം നമുക്ക് നമ്മുടെ വിശുദ്ധി നിലനിർത്തി മുന്നോട്ട് പോയിക്കൂടെ? തീർച്ചയായിട്ടും കഴിയും. അനാവശ്യം പറയാതെ, അനാവശ്യം ചെയ്യാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമല്ലോ. അൽഹംദുലില്ലാഹ് അസ്ർ വരെ എത്തി അല്ലെ? അസ്ർ നിസ്കാരം മുതൽ മഗ്രിബ് വരെ അതും ചുരുങ്ങിയ മണിക്കൂറുകളാണ്. മഗ്രിബ് മുതൽ ഇശാ വരെയും അത്രേ ഉള്ളൂ. പിന്നെ ഇശാ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കിടക്കാൻ, അപ്പൊ പിന്നെ അബദ്ധമൊന്നും പറ്റില്ല. പിന്നെ സുബഹിക്കാണ് എഴുന്നേൽക്കുന്നത് അല്ലെ? ഇങ്ങനെ ഒരു ദിവസം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇങ്ങനെ 7 ദിവസം പിന്നിടുമ്പോ എന്തായി? വൽ ജുമുഅത ഇലാ ജുമുഅ, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെയായി. അങ്ങനെ 2 ജുമുഅകൾക്കിടയിൽ നമ്മൾ വിശുദ്ധി കാത്തു സൂക്ഷിച്ചു. ഇങ്ങനെ 4 ജുമുഅ പിന്നിടുമ്പോ ഒരു മാസമായി. ഇങ്ങനെ 11 മാസം പിന്നിടുമ്പോ വീണ്ടും റമദാനായി. ഇങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ച് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ മെത്തേഡാണ് ശരിക്കും ഈ പറയുന്നത് അല്ലെ? അതുകൊണ്ട് ഒരു നമസ്കാരം മുതൽ അടുത്ത നമസ്കാരം വരെ ഇത്രയും ശ്രദ്ധിക്കേണ്ടതുള്ളൂ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷെ അങ്ങനെ ഒരു ടൈം ബോണ്ടഡ് ആയിട്ടുള്ള ഒരു നിലപാട് നമ്മിൽ ഉണ്ടാകുന്നില്ല. റമദാൻ കഴിയുമ്പോൾ പിന്നെ കെട്ട് പൊട്ടിയ പോലെ പിന്നെ നമസ്കാരത്തിൽ കൃത്യത ഇല്ലാതെ വരുന്നു. സമയം കിട്ടുമ്പോൾ നോക്കാം എന്നുള്ള അവസ്ഥയിലേക്ക് പെട്ടെന്ന് നമ്മൾ മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കൃത്യമായൊരു ഷെഡ്യൂൾ ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രായോഗികമായ ഒരു സംഗതി എന്ന് മനസ്സിലാക്കാം. ഇനി ഇതിനോട് ചേർത്തുകൊണ്ട് തന്നെ അവിടുന്ന് പിന്നെയും പഠിപ്പിക്കുന്നുണ്ട്. നമ്മളിപ്പോ എത്രയാണ് ചെയ്തു കൂട്ടുന്നത് അല്ലെ? അത്ഭുതം തോന്നും നമ്മെ കുറിച്ച്. ഖുർആൻ ഓതി ഓതി ഖത്തമാകാൻ പോവാണ്. ഞാൻ തന്നെയാണോ ഇതൊക്കെ ഓതിയത്? ഇന്നിപ്പോ 23-ാം രാവിലെ എത്തുമ്പോ 20 ജുസൊക്കെ എഴുതി ഓതിയവരുണ്ടാവും. ഇമാമിന്റെ പിന്നില് നമ്മൾ ദിവസവും നമസ്കരിച്ചുകൊണ്ടേയിരിക്കുന്നു. തറാവീഹായിട്ട് നമസ്കരിക്കുന്നു, ഖിയാമുൽ ലൈലായിട്ട് നമസ്കരിക്കുന്നു. ദാനധർമ്മങ്ങൾ പിന്നെ പറയണ്ട. എത്രയാ കാശ് കൊടുക്കുന്നത് തറാവീഹിന്? നമ്മുടെ ക്ലാസ്സിൽ ഒന്ന് അനൗൺസ് ചെയ്യുമ്പോൾ 10,000 രൂപയൊക്കെയാണ് ബക്കറ്റിൽ കിട്ടുന്നത്. സുബ്ഹാനല്ലാഹ്. ഇത് ഓരോ ദിവസവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അതിലുപരിയായിട്ട് സക്കാത്ത് കൃത്യമായിട്ട് നൽകുന്നു. അല്ലേ? ഇതെല്ലാം ഞാനാണ് ചെയ്തത്. എനിക്ക് തന്നെ അത്ഭുതം, ഞാൻ ആകെ മാറിപ്പോയിരിക്കുന്നു. അപ്പൊ ശ്രമിച്ചാൽ എനിക്ക് കഴിയും, അല്ലെ? എന്നല്ലേ അതിന്റെ അർത്ഥം? നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഖുർആനില് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചതിനെ കുറിച്ച് പറയുമ്പോ ഇടയ്ക്കിടെ പറയുന്ന ഒരു കാര്യമാണ് മണ്ണുകൊണ്ടാണ്, മണ്ണുകൊണ്ടാണ്, അല്ലെ? ഇടയ്ക്കിടെ പറയുന്നുണ്ട് മണ്ണുകൊണ്ടാണ്. അത് പിന്നെ ഗന്ധമുള്ള കളിമണ്ണ് എന്ന് പറയുന്നു. അതിങ്ങനെ ഉറച്ചു കഴിഞ്ഞാല് മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന തരത്തിലുള്ള മണ്ണാണ്. കളിമണ്ണ് കൊണ്ട് പലതരം ശില്പങ്ങൾ ആളുകൾ ഉണ്ടാക്കുന്നുണ്ട്. എന്തിനാണ് മണ്ണ് കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? നിനക്ക് നിന്നെ മറ്റൊരാളായിട്ട് മോൾഡ് ചെയ്തെടുക്കാൻ കഴിയും എന്ന വലിയ സന്ദേശമാണ് അതിലുള്ളത്. പിന്നെ പറയുന്നത് വെള്ളം കൊണ്ടാണ്, അല്ലെ? വെള്ളത്തിൽ നിന്നാണ് നീ, പിന്നെ അതിന്റെ അസല് മണ്ണാണ്. അപ്പൊ വെള്ളവും മണ്ണും കൂട്ടിക്കുഴച്ചാല് നിന്നെ ഏത് രൂപത്തിലും നിനക്ക് മോൾഡ് ചെയ്തെടുക്കാം. അത് വലിയൊരു സാധ്യതയാണ്. അതുകൊണ്ടാണ് ഈ 22 ദിവസം കൊണ്ട് ഇത്രയും മാറ്റം നമ്മിൽ സംഭവിച്ചത്. അള്ളാഹു സംവിധാനിച്ചാണ്. ഇനിയും നമുക്ക് മാറാൻ പറ്റും. നമ്മളൊരു 9 മാസവും നിശ്ചിത ദിവസവും കൊണ്ട് മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾക്ക് ശേഷം 7 ഘട്ടങ്ങൾ പിന്നിട്ടാണ് ഒരു അത്ഭുത ജന്മമായിട്ട് ഭൂമിയിൽ പിറവി കൊണ്ടത്, അല്ലെ? അതിനുശേഷവും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റമുണ്ടായി, നമ്മുടെ മാനസിക ഘടനയിൽ മാറ്റമുണ്ടായി. നമ്മൾ പല മേഖലകളിലും പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. കാരണം നീ മണ്ണുകൊണ്ടാണ്. നിനക്ക് ഇനിയും നിന്നെ മോൾഡ് ചെയ്യാം. നിന്നെ സ്വർഗത്തിന് വേണ്ടിയിട്ട് പാകപ്പെടുത്തിയെടുക്കാനുള്ള എല്ലാ കണ്ടന്റും നിന്റെ അകത്തുണ്ട്. നീ നിന്നെ കണ്ടെത്താൻ ശ്രമിക്കും എങ്കിൽ നീ അത്ഭുത ജന്മമായിട്ട് ഇനിയും മാറും എന്ന കാര്യം ഉറപ്പാണ്. അതാണ് 22 ദിവസം കൊണ്ട് നമ്മൾ നേരിട്ട് അനുഭവിച്ചത്. ഇനി നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി എന്താണെന്നറിയോ? പടച്ചോന്റെ മുമ്പില് സങ്കടം പറഞ്ഞിട്ട് രക്ഷപ്പെടാനൊന്നും പറ്റൂല. പടച്ചോനെ എനിക്ക് പറ്റൂല കേട്ടോ, അല്ലെ? നിന്റെ കാല് വേദനിക്കുന്നു, എനിക്ക് നിൽക്കാൻ പറ്റൂല, ഇരിക്കാൻ പറ്റൂല, നോമ്പെടുക്കാൻ പറ്റൂല, ഷുഗറാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇതൊന്നും ഇനി പറയാൻ പറ്റൂല. നമ്മൾ പെട്ടിരിക്കുകയാണ് ശരിക്കും. കാരണം കഴിയും എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. പക്ഷെ ഇതേപോലെ ഇതേ സ്റ്റൈലില് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയും, അതല്പം പ്രയാസമായിരിക്കും. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേറൊരു വഴി പറഞ്ഞു തരുന്നുണ്ട്. എന്താ പറയുന്നത്? നിങ്ങൾ സങ്കടപ്പെടണ്ട കേട്ടോ, എല്ലാ ദിവസവും നോമ്പെടുക്കാൻ പറഞ്ഞിട്ടില്ല. അത് ഇസ്ലാമിന്റെ പ്രകൃതിക്ക് വിരുദ്ധമാണ്. മാത്രമല്ല രാത്രിയില് കൂടുതൽ ഉറക്കമൊഴിച്ച് നമസ്കരിച്ചാൽ അതൊക്കെ ആരോഗ്യത്തെ ബാധിക്കും. നിനക്ക് നിന്റെ കണ്ണിനോട് ബാധ്യതയുണ്ട്, നിന്റെ ശരീരത്തോട് ബാധ്യതയുണ്ട്, നിന്റെ ഇണയോട് ബാധ്യതയുണ്ട്, കുടുംബത്തോട് ബാധ്യതയുണ്ട് എന്നൊക്കെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ അമലുകളിൽ നിന്ന് പിറകോട്ട് പോകുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും, അല്ലേ? പടച്ചവനെ, ഇനി നീയുമായുള്ള ഈ ഒരു ടൈപ്പ് ഇല്ലാതായി പോകുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവും. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു മാർഗം പറയുന്നത് അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ് അദ്വമുഹാ വഇൻ ഖല്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം എന്തെന്നറിയാം? അഹബ്ബുൽ അഅമാൽ ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകൾ അദ്വമുഹാ, നാം സ്ഥിരമായിട്ട് ചെയ്യുന്നവയാണ്. വഇൻ ഖല്ല, അത് എത്ര കുറച്ചായിരുന്നാലും. അങ്ങനല്ലേ? വല്ലപ്പോഴും ഒരിക്കൽ കണ്ട് വല്ലാത്ത കെട്ടിപ്പിടുത്തവും സ്നേഹവും, അല്ലെ? പിന്നെ ഒരു വിവരവും ഇല്ല. അങ്ങനെയാകുമ്പോ അയാളുടെ നമ്മോടുള്ള ബന്ധത്തിൽ എന്തോ ഒരു ആത്മാർത്ഥത കുറവ് പോലെ, അയാൾ അഭിനയിക്കായിരുന്നോ? അത്രേ ഉള്ളൂ. പിന്നെ കൊല്ലങ്ങൾ കഴിഞ്ഞ് പിന്നെയും വന്ന് വല്ലാത്ത കെട്ടിപ്പിടുത്തം, അല്ലെ? ഇപ്പൊ റമദാനാകുമ്പോ അങ്ങനെയാണ്. 11 മാസം കഴിഞ്ഞ് പടച്ചോനെ കണ്ടപ്പോ വല്ലാതെ അങ്ങ് കെട്ടിപ്പിടിച്ചു. പിന്നെ ഒരു ബന്ധമില്ല, ആലുവ മണപ്പുറത്ത് കണ്ട ബന്ധം പോലും ഇല്ല. അങ്ങനെയല്ലേ നമ്മൾ പറയാം? അങ്ങനെയാണ് പറയാം. പക്ഷെ അള്ളാഹു അത് ഇഷ്ടപ്പെടുന്നില്ല. നമ്മളെ പോലെ തന്നെയാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്നത് എപ്പോഴും ബി കണക്റ്റഡ്, അള്ളാഹുമായിട്ടുള്ള ഒരു കണക്ഷൻ, ആ ലിങ്ക് നിലനിൽക്കണം. കൂടുതലൊന്നും വേണ്ട, കഴിയുന്നത് മതി. അതിൽ ഫർളായിട്ട് തന്നെ ചെയ്യണം. അതേസമയം സുന്നത്തുകളിലൊക്കെ ഇളവുണ്ട്. അപ്പൊ നിങ്ങൾ 8, 3, 11 നമസ്കരിക്കുന്നു, അല്ലെങ്കിൽ അതിലേറെ നമസ്കരിക്കുന്നു. പക്ഷെ ഒരു 3 റക്അത്ത് നിലനിർത്തിക്കൂടെ? ജസ്റ്റ് 3 റക്അത്ത്, അല്ലെ?
ഇപ്പൊ നമ്മൾ ഖിയാമുൽ ലൈൽ അനുഷ്ഠിക്കുന്നു. അത്താഴത്തിന് എഴുന്നേറ്റ് ഇനിയിപ്പോ അലാറം ഇല്ലെങ്കിലും എഴുന്നേറ്റ് ശീലിച്ചിട്ടുണ്ട്. ഒരു 4 മണിയൊക്കെ ആവുമ്പോ എങ്ങനെയായാലും പെരുന്നാൾ പിറ്റേന്നും നമ്മൾ ഞെട്ടി ഉണരും. പക്ഷെ നമ്മൾ ഒന്നുകൂടി ക്ലോക്കിലൊക്കെ നോക്കിയിട്ട് അല്ലെ, ഓ റമദാൻ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ സുബ്ഹ് ഇപ്പോഴൊന്നുമില്ല, 5:20 ബാങ്ക്, അതുകൊണ്ട് ആ സമയമാകുമ്പോൾ എഴുന്നേൽക്കാം. ഈ നമ്മുടെ മനസ്സ് പറഞ്ഞു തരും. നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് അതോടുകൂടി മാറാൻ തുടങ്ങും. അപ്പൊ നമ്മൾ അതൊക്കെ മാറ്റി പിടിച്ചിരിക്കാൻ, പക്ഷെ പിന്നെയും കൈവിട്ടു പോവാൻ. അപ്പൊ അവിടെയാണ് ഈ സമയത്ത് നമ്മൾ എഴുന്നേറ്റ് ശീലിച്ചിരിക്കുന്നു. അതുകൊണ്ട് എഴുന്നേറ്റ് ഒരു 3 റക്അത്ത് മിനിമം, 2 1 3 അല്ലെ, 2 തഹജ്ജുദും 1 വിത്റുമാകാം. അതല്ലെങ്കിൽ കുറച്ചുകൂടി എണ്ണം കൂട്ടിപ്പിടിക്കാം. ഈ രൂപത്തിൽ മിനിമത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമല്ലോ. ആഴ്ചയില് തിങ്കളും വ്യാഴവും സുന്നത്ത് നോമ്പുണ്ട്, അത് കഴിയുമെങ്കിൽ 2 അതല്ലെങ്കിൽ 1 നോമ്പെങ്കിലും. അതും കഴിയില്ലെങ്കിൽ മാസത്തിൽ 3 നോമ്പ്. അങ്ങനെയാണ് നോമ്പിന്റെ തുടക്കം. ആദ്യം സുന്നത്ത് നോമ്പിലാണ് തുടങ്ങിയത്, പിന്നെയാണ് ഫർദിലേക്ക് വരുന്നത്. അത് വളരെ നല്ലതാണ് എല്ലാ അർത്ഥത്തിലും. ഭൗതികമായിട്ടും അതുപോലെ ആത്മീയമായും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വഴിയാണ്. ഇപ്പൊ ഒരുപാട് ചെലവഴിക്കുമ്പോൾ പോക്കറ്റിൽ നിന്ന് ഒരു 10 രൂപയെങ്കിലും ഒരു ദിവസം ചെലവഴിക്കാൻ വേണ്ടി വെക്കുമ്പോൾ അതിലും തുടർച്ചകൾ ഉണ്ടാവും. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരുപാട് പാരായണം ചെയ്ത് പോകുമ്പോൾ ഒരു പേജ് ഒരു ദിവസം അത്രയും മതി. എങ്കിൽ 365 പേജാകും ഒരു കൊല്ലമാകുമ്പോൾ. അതിൽ ഒരു ആയത്ത്, ഒരേ ഒരു ആയത്ത് അർത്ഥസഹിതം പഠിച്ചോടെ. കഴിയുമെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബത്തിന്റെ കൂടെ ഇരുന്നിട്ട് സുബഹി നിസ്കരിച്ച് വീട്ടിലെത്തിയിട്ട് ഭാര്യയും മക്കളൊക്കെ ഒന്നിച്ചിരുന്ന് ഒരായത്ത് ഒരു തഫ്സീർ വെച്ച് വായിച്ചാൽ മതി. അതിന്റെ അർത്ഥം ഇപ്പൊ വാക്കർത്ഥമുള്ള ഖുർആൻ ധാരാളം ഉണ്ട്, തഫ്സീറുകൾ കിട്ടും. ഒന്ന് ജസ്റ്റ് ഒരായത്ത് അതേ വേണ്ടു. അന്നത്തെ ഒരു ദിവസത്തിനാവശ്യമായ എനർജി ബൂസ്റ്റ് ചെയ്യാൻ അത് മതിയാകും. ഇന്ന് രാവിലെ ഏതായത്തായിരുന്നു നമ്മൾ പഠിച്ചത്? വെറുതെ അത് മനസ്സിലേക്ക് കടന്നു വരും. അത് വലിയൊരു എനർജിയാണ് ശരിക്കും. ഈ ലിങ്ക് നഷ്ടപ്പെടാതിരിക്കാൻ പ്രയോജനപ്പെടുന്ന ഏറ്റവും നല്ലൊരു മാർഗമാണത്. അത് പരീക്ഷിക്കുന്നവർ പലരും ഉണ്ട്. നമുക്കിടയിൽ തന്നെ അങ്ങനെ പലരും ഉണ്ടാകും. പലരും അനുഭവങ്ങൾ പറയാറുണ്ട്. അതല്ലെങ്കിൽ പള്ളിയിൽ തന്നെ ചെറിയ ഒരു ഹൽക്ക വട്ടത്തിലിരുന്നിട്ട് ഇമാമിനെ ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് അങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ വർഷങ്ങൾ കൊണ്ടായിരിക്കും അത് പൂർത്തിയാവുക. പക്ഷെ ആ സംഘമുണ്ടല്ലോ, അത് വല്ലാത്തൊരു ആത്മബന്ധമുള്ള ഒരു സംഘമായിട്ട് പിറവി കൊള്ളും എന്ന കാര്യം ഉറപ്പാണ്. ഇങ്ങനെ ചില തീരുമാനങ്ങൾ ബോധപൂർവം ഉണ്ടാവുകയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ നമ്മുടെ വരും ജീവിതത്തിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഒന്നുകൂടി വിഷനിലേക്ക് തിരിച്ചു പോവാണെങ്കിൽ നമ്മുടെ ഈ നോമ്പുണ്ടല്ലോ, നമ്മുടെ അനുഷ്ഠാനങ്ങളൊക്കെയും കാലവുമായി ബന്ധിപ്പിച്ച് നിങ്ങൾ ആലോചിക്കാറുണ്ടോ? നമ്മൾ ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യവുമായിട്ട് നമ്മുടെ അനുഷ്ഠാനങ്ങളെ ഒന്ന് ബന്ധിപ്പിച്ചുകൂടെ? ബന്ധിപ്പിക്കാൻ ശ്രമിക്കണം. ഇത് വളരെ ബോധപൂർവമായ അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച വളരെ കരുത്തുറ്റ ഒരു പരിശീലന സംരംഭം കൂടിയാണ്. അങ്ങനെ തന്നെ മനസ്സിലാക്കണം. എല്ലാത്തിനും, ഇസ്ലാമിൽ എല്ലാ കാര്യങ്ങൾക്കും ആത്മീയ ഫലമുള്ളതുപോലെ തന്നെ ഭൗതിക ഫലവുമുണ്ട്, അല്ലേ? നമ്മളിങ്ങനെ സ്വഫ് വരഞ്ഞത് കണ്ടില്ലേ? വളരെ ഭദ്രമായിട്ട് ഒരേ സ്വഫിൽ ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ അത് വലിയൊരു പാഠം നൽകുന്നില്ലേ? മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യമാണ് അത് പ്രഖ്യാപിക്കുന്നത്. മുമ്പിലൊരു ഇമാമ നിന്ന് പിറകിൽ നമ്മൾ ഇമാമിനെ പിന്തുടരുമ്പോൾ ഒരു നേതൃത്വത്തിന്റെ പിന്നിൽ അണിനിരക്കുക എന്ന വലിയ ഒരു സന്ദേശം നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തെ ഇസ്ലാമിക സമൂഹം അനാഥമാണ്. ഒരു മാസപ്പിറവി പോലും ഒരു കേന്ദ്രത്തിൽ നിന്ന് പ്രഖ്യാപിക്കാൻ കഴിയാത്ത വിധം എല്ലാവരും ആളായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്, അല്ലേ? ആ കാര്യത്തിനും നമുക്കൊന്ന് തീരുമാനിച്ചുകൂടെ? എല്ലാരും കൂടി ഒരാൾ പറഞ്ഞാൽ പോരെ? എന്തിനാ എല്ലാരും കൂടി ഓരോരുത്തരായിട്ട് പറയുന്നത്? ഇതൊക്കെ മറ്റുള്ളവർ കണ്ടിച്ചിരിക്കുന്നുണ്ട്. ഇവരിത്രേ ഉള്ളൂ. ഇതൊരാൾക്കൂട്ടം മാത്രമാണ്, അല്ലെ? നമ്മൾ സോഷ്യൽ മീഡിയയിൽ പരസ്പരം വിഴുപ്പലക്കുമ്പോ അതും അവര് കണ്ടു ചിരിക്കുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. ഇവരുടെ അകം പൊള്ളയാണ്. ഒരു കാര്യത്തിലും ഒരുമിക്കാൻ കഴിയാത്ത വിധം. ഒരുപക്ഷെ ഖബർസ്ഥാനിൽ ഒരുമിച്ചേക്കും,
അവിടെ പിന്നെ കയ്യും കാലും നനക്കാൻ പറ്റൂലല്ലോ, അല്ലെ? അവിടെ ശാന്തമായിട്ട് വന്ന് കിടന്നോളൂ. അവിടെയല്ലാതെ ഹത്താ ദുർത്തുമുൽ മഖാബിർ, ഖബറിടങ്ങളിൽ എത്തുവോളം ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും. ഒരേ സഫില് ഏത് സമയത്തും വന്നു നിൽക്കുന്ന ഈ സമൂഹം എന്തുകൊണ്ട് അങ്ങനെയാകുന്നു? ഒരു മാറ്റത്തെ കുറിച്ച് ചിന്തിക്കേണ്ടതാണ് അവിടെ, അല്ലേ? ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് മുമ്പിൽ ഗസയുണ്ട്. ഗസ എന്നത് അവിടുത്തെ മാത്രം ഒരു പ്രതിഭാസമല്ല. പലരും ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്യണം, അല്ലേ? സിറിയയില് നിങ്ങൾ അറിഞ്ഞില്ലേ, ബഷാറുൽ അസദ് എന്ന ഏകാധിപതിയായ ആ കിങ്കരൻ മനുഷ്യരെ എന്താ ചെയ്തെന്നറിയാം? മനുഷ്യരിങ്ങനെ കിടത്തിയിട്ട് നമ്മുടെ ചപ്പാത്തി പ്രസ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? ഇതുപോലെ വലിയ ഇരുമ്പിന്റെ വലിയ ഷീറ്റ്, ഇങ്ങനെ കട്ടിയുള്ള ഷീറ്റ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കുറെ മനുഷ്യരെ കൂട്ടിയിട്ടിട്ട് ആ യന്ത്രം ഇങ്ങനെ അവരുടെ മേലേക്ക് ഇങ്ങനെ അമരുകയാണ്. അങ്ങനെ അമർന്നിട്ട് ആ മനുഷ്യർ വെറും ഷീറ്റായിട്ട് മാറുകയാണ്. എന്തിനാ അങ്ങനെ ചെയ്തത്? ലക്ഷക്കണക്കായ മനുഷ്യരെ കൊന്നുകൂട്ടിയപ്പോ ഇവരെ ഖബറടക്കാൻ എങ്ങനെ കുഴി കുത്തും? അതിന് നല്ലൊരു വഴി കണ്ടെത്തിയതാണ്. എന്നിട്ട് ആ ശരീരത്തിലെ മജ്ജയും മാംസവും രക്തവും ഒക്കെ ഇങ്ങനെ ഒഴുകിപ്പോവുകയാണ്. അതൊക്കെ അങ്ങനെ തന്നെ ഡ്രെയിനേജിലേക്ക് പോകും ഈ ശരീരം. എന്നിട്ട് അവര് ചൂട് വെച്ചിട്ട് നന്നായിട്ട് ചപ്പാത്തിയൊക്കെ ചുട്ടെടുപ്പ് പോലെ എടുത്തിട്ട് പൊടിച്ചു കളയുകയാണ്. എന്നിട്ട് ആ പൊടി മരുഭൂമിയിൽ കൊണ്ടുപോയി വിതറുകയാണ്. ആലോചിച്ച് നോക്ക്. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ട് കാണേണ്ടതില്ല. ഇങ്ങനെയുള്ള ഏകാധിപതികളൊക്കെ ഇത്തരം ഹോംവർക്കുകൾ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിലും നമ്മുടെ രാജ്യത്ത് തന്നെ തടവറകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. CAA-യും NRC-യും ഇങ്ങനെ തുടങ്ങി ചില ഇംഗ്ലീഷ് അക്ഷരങ്ങൾ നമ്മെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ആലോചിക്കേണ്ട വിഷയമാണ്. ഇപ്പോൾ നമ്മൾ നോക്കിയിരിക്കുകയാണ്. ഗാലറിയിലാണെങ്കിൽ ഒരു സമയത്ത് നമ്മൾ കളിക്കളത്തിൽ ഇറങ്ങേണ്ടി വരും എന്ന സൂചനയാണത് നൽകുന്നത്. നിങ്ങൾ അങ്ങനെ ആലോചിക്കാറുണ്ടോ? നമുക്ക് ഇഅ്തികാഫ് എന്ന് പറയുമ്പോൾ അതൊരു പ്രയാസകരമായ കാര്യമായിട്ട് തോന്നുന്നു. പക്ഷെ അതിന്റെ പിന്നിലൊക്കെ ചിലതുണ്ട്. ലോകത്ത് വലിയ ഒരു ജനസമൂഹം ഇന്ന് അഭയാർത്ഥി ക്യാമ്പുകളിലാണ്. ലോകം ഒരു അഭയാർത്ഥി ക്യാമ്പായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അങ്ങനെ ഒരു ക്യാമ്പിൽ ചെന്നെത്തിയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? സ്വന്തം വീട്ടിൽ നിന്ന് പള്ളിയിലേക്കൊന്ന് മാറിക്കിടക്കാൻ പോലും കഴിയുന്നില്ലെങ്കിൽ അത്തരം ഒരു പരീക്ഷണ ഘട്ടത്തെ നമ്മൾ എങ്ങനെ നേരിടും? അത്യാവശ്യം കൊതുകൊക്കെ ഉണ്ടാവും, അല്ലെ? ആളുകളുടെ കലവല വർത്തമാനങ്ങൾ ഉണ്ടാകും. വീട്ടിലെ സൗകര്യമൊന്നും ഉണ്ടാവില്ല. അതേ സമയത്ത് ഇങ്ങനെ ചില പരിശീലനങ്ങൾ കൂടി അല്ലാഹു തആല ഇതിന്റെ പിന്നില് ഉദ്ദേശിക്കുന്നുണ്ടാവില്ലേ? ഞാൻ ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ കഴിവുള്ളവനാണ്. അതാണ് പറയുന്നത്. അവര് തകർന്നു പോയ 16 വർഷം കൊണ്ട് മാത്രം വേസ്റ്റ് നീക്കം ചെയ്യാൻ കഴിയുന്ന വിധത്തില് സകലവിധ രാസായുധ വേസ്റ്റുകളും കെട്ടിടാവശിഷ്ടങ്ങളും കെട്ടിക്കിടക്കുന്ന അതേ ഇടത്തേക്ക് ഈ പുണ്യ റമദാനിൽ അവർ തിരിച്ചു വന്നിരിക്കുകയാണ്. വല്ല കാര്യം ഉണ്ടായിരുന്നോ? നമ്മൾ അങ്ങനെ ആലോചിക്കുന്നുണ്ടാ? അതുകൊണ്ടല്ലേ നെതന്യാഹുവിന് കാര്യം എളുപ്പമായത്? കോഴികളെല്ലാം കൂട്ടിൽ കയറിയപ്പോ കുറുക്കന് കാര്യം ഒന്നുകൂടി എളുപ്പമായി എന്ന് പറയുന്ന പോലെ. പക്ഷേ അവരൊരു ദൗത്യം ഏറ്റെടുത്തവരാണ്. അവര് ജീവനിൽ കൊതിയുള്ളത് കൊണ്ടല്ല ഗസയിൽ തിരിച്ചു വന്നത്. ഞങ്ങൾക്കൊരു ദൗത്യമുണ്ട്, ഒരു വിഷൻ ഏൽപ്പിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. അത് ഖുദ്സിന്റെ വിമോചനമാണ്, ജന്മനാടിന്റെ സ്വാതന്ത്ര്യമാണ്. അത് ലഭിക്കുന്നത് വരെ ഞങ്ങൾ ഈ ഗസയിൽ ഈ പോരാട്ട മുഖത്ത് ഞങ്ങൾ ഉണ്ടാകും. ഇത് അവരുടെ തീരുമാനമാണ്. ഈ ഊർജം അവർക്ക് എവിടുന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആനിൽ നിന്നാണ്. നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന നമസ്കാരത്തിൽ നിന്നും നോമ്പിൽ നിന്നുമാണ് അവർ ഈ കരുത്ത് ആർജിച്ചെടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു ആലോചന നമ്മുടെ മനസ്സിൽ ഉണ്ടാകാറുണ്ടോ? അങ്ങനെ ഒരു ഗുരുതരമായൊരു സാഹചര്യം വന്നുപെടുമ്പോൾ ഞങ്ങൾ ഈ സംഘത്തിൽ ഉണ്ടാകും, അടിയുറച്ചു നിലകൊള്ളും. നിങ്ങൾ ഗസയിൽ ശ്രദ്ധിക്കുന്നില്ലേ? ആ 20 ലക്ഷം മനുഷ്യരില് ഒരു വിധത്തിലുള്ള ഭിന്നതയുമില്ല. അവിടെ ഹമാസ് എന്നൊരു സംഘമാണ് അവർക്ക് നേതൃത്വം കൊടുക്കുന്നത്. അതിന് ബദലായിട്ട് മറ്റൊരു വിമത സംഘം അവിടെ രൂപപ്പെട്ടതായിട്ട് കാണുന്നില്ല. ഇസ്രായേൽ നിരന്തരം അവർക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഗൂഢാലോചനകൾ നടത്തി, ചാരപ്പണി നടത്തി അവരുടെ
ആ മുന്നണിയിൽ വിള്ളലുണ്ടാക്കാനുള്ള നിരന്തര ശ്രമത്തിലാണ്. പക്ഷെ ഒരാളെ പോലും അടർത്തിയെടുക്കാൻ കഴിയാത്ത വിധത്തിൽ അവരൊറ്റക്കെട്ടൻ. സ്വന്തം കുടുംബത്തിലെ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും ഇല്ലാതായിട്ടും ഇതൊക്കെ വേണ്ടിയിരുന്നോ എന്ന് അസ്വസ്ഥപ്പെടുന്ന ഒരു മറുചിന്ത അവരിൽ ഒരിക്കലും ഉടലെടുക്കുന്നില്ല. കാരണം അവർക്കൊരു വിഷൻ ഉണ്ട് എന്നതാണ്. ആ വിഷന്റെ വഴിയിൽ ഒന്നുകിൽ ജീവനോടെ പൊരുതും, അല്ലെങ്കിൽ രക്തസാക്ഷ്യം സ്വീകരിച്ചുകൊണ്ട് അടയാളപ്പെടും എന്ന് തീരുമാനിച്ചവരാണ് അവര്. അതാണ് വിഷന്റെ പ്രാധാന്യം. അത് മിഷനിൽ മാത്രം ഒതുങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. ഇങ്ങനെ അനുഷ്ഠാനങ്ങൾക്ക് ഇങ്ങനെ ഒരു തലമുണ്ട്. നമ്മൾ ഒരുക്കിയെടുക്കുകയാണ്. ഏത് സാഹചര്യത്തെയും അതിജീവിക്കാനുള്ള ഉൾക്കരുത്ത് നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശീലനം കൂടിയാണ് നമ്മുടെ അനുഷ്ഠാനങ്ങൾ എന്ന് മനസ്സിലാക്കണം. അത് റമദാനിന് വേണ്ടിയല്ല, റമദാൻ കഴിഞ്ഞ ശവ്വാലിലേക്കും അവിടുന്ന് ദുൽഖഅദിലേക്കും ദുൽഹജ്ജിലേക്കും പരന്നൊഴുകേണ്ടതാണ് അത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് റമദാൻ വിട പറയുന്നതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഷെയ്ഖ് യൂസുഫ് അൽ ഖർദാവിയാണ് ഇങ്ങനെ പറഞ്ഞത്: മൻ കാന യഅബുദു റമദാനൻ ഫഇന്ന റമദാനൻ ഖദ് ഫാത വമൻ കാന യഅബുദു അല്ലാഹ വഹ്ദഹു ഫഇന്ന അല്ലാഹ ഹയ്യുൻ ലാ യമൂത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മൻ കാന യഅബുദു റമദാൻ, ആരെങ്കിലും റമദാനിന് വേണ്ടിയാണ് ഇബാദത്ത് ചെയ്തതെങ്കിൽ ഫഇന്ന റമദാനൻ ഖദ് ഫാത, റമദാൻ കലണ്ടറിലെ ഡേറ്റ് തീരുമ്പോ അതങ്ങ് കഴിഞ്ഞു പോകും, കടന്നു പോകും. വമൻ കാന യഅബുദു അല്ലാഹ വഹ്ദഹു, അല്ലാഹുവിന് വേണ്ടിയാണ്, ഏകനായ അല്ലാഹുവിനാണ് ഒരാൾ ഇബാദത്ത് ചെയ്തതെങ്കിലും ഫഇന്ന അല്ലാഹ ഹയ്യുൻ ലാ യമൂത്, അല്ലാഹു ഒരിക്കലും മരണമില്ലാത്ത നിത്യജീവത്തായ അസ്തിത്വമാകുന്നു എന്ന് പറയുന്നുണ്ട്. ആ ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ നെഞ്ചേറ്റേണ്ടത്. അതിനാൽ റമദാൻ വിട പറയുന്നില്ല. റമദാനിൽ നമ്മൾ നേടിയെടുക്കുന്ന ഈ ചൈതന്യം ഇൻഷാ അല്ലാഹ് വരും റമദാൻ വരെയും അതിനപ്പുറം അല്ലാഹു നമുക്ക് നിശ്ചയിച്ച ഈ ആയുഷ്കാലം അവസാനിക്കും വരെയും ഇൻഷാ അല്ലാഹ് സ്വർഗത്തിലെത്തും വരെയും നമ്മൾ കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യും. അല്ലാഹുവേ, അതിന് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നാഥ. പടച്ചവനെ, ഗൃഹാതുരമായ ഒരുപാട് സ്മരണകൾ റമദാൻ ഞങ്ങളിൽ അവശേഷിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതിനുമപ്പുറം വരും ജീവിതത്തിലേക്ക് എടുത്തു വെക്കേണ്ട ഒരുപാട് പാഠങ്ങൾ, നിത്യജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട്, സ്വഭാവത്തെ ശുദ്ധീകരിച്ചുകൊണ്ട്, നിലപാടുകളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. പടച്ചവനെ, ഓരോ റമദാനും ഓരോ പാഠപുസ്തകമാണ്. ഓരോ വ്യക്തിയുടെ റമദാനും അവരവർക്ക് നൽകുന്ന അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. പടച്ചവനെ, ഞങ്ങളുടെ റമദാൻ വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സാമൂഹിക നിലപാടുകളിൽ, സാമ്പത്തിക ഇടപാടുകളിൽ എല്ലാം കൃത്യമായി സ്വാധീനം ചെലുത്തുന്ന ഒരു പാഠപുസ്തകമായി കൂടെ കൊണ്ടു നടക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഒരുപാട് പ്രാർത്ഥനകൾ നിന്റെ മുമ്പിൽ നിരന്തരമായി ഞങ്ങൾ നിവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നാഥ. അവയെല്ലാം ഓരോ കരാറുകളാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. പടച്ചവനെ, ആ കരാറുകൾ ഏറ്റുവാങ്ങുവാൻ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് നീ സഫലീകരിച്ചു തരണേ റബ്ബേ. സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു തരണേ നാഥ. ഞങ്ങളോട് നീ കരുണ കാട്ടണേ റബ്ബേ. നരകശിക്ഷയിൽ നിന്ന് കാത്തു രക്ഷിക്കണേ റബ്ബേ. സ്വർഗത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുവാൻ, സ്വർഗം പോകുവാൻ തൗഫീഖ് നൽകണേ നാഥ. ഞങ്ങളുടെ കൂട്ടത്തില് പലരും രോഗശയ്യയിലാണ്. കിഡ്നി സംബന്ധമായ, ഹാർട്ട് സംബന്ധമായ, ക്യാൻസർ പോലെയുള്ള, അൾഷിമേഴ്സും അങ്ങനെ പലതരം ഡിമെൻഷ്യ പോലെയുള്ള അസുഖങ്ങൾ ബാധിച്ചവര് അല്ലാഹുവേ ശിഫ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. പുണ്യകരമായ ഈ രാപ്പകലുകളില് അവര് ഒരുപാട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇബാദത്തുകളിൽ മുഴുവൻ കഴിയാത്ത വിധം അവശരാണവര്. പടച്ചവനെ, ഞങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ പുണ്യങ്ങൾ ഇബാദത്തിന് അവസരം ലഭിക്കാത്ത ആ സഹോദരീ സഹോദരങ്ങൾക്കും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ കാത്തോളണേ നാഥ.
പടച്ചവനെ, മക്കളുടെ കാര്യത്തിൽ പലതരം ബേജാറുകളിലൂടെയാണ് കാലം മുന്നോട്ട് നീങ്ങുന്നത്. അവർക്ക് ഹിദായത്ത് നൽകണേ റബ്ബേ. സത്യദീനിന്റെ വഴിയിൽ അവരെ ഉറപ്പിച്ചു നിർത്തണേ നാഥ. അങ്ങനെ നല്ല മക്കളായി മാറുവാൻ, നല്ല വാപ്പമാരായി മാതൃകളാകുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നാഥ. പടച്ചവനെ, ഞങ്ങളുടെ പരസ്പര ബന്ധങ്ങളെ കൂടുതൽ നല്ല നിലയിൽ ശക്തിപ്പെടുത്തണേ നാഥ. തുണകൾ തമ്മിൽ, മാതാപിതാക്കളും മക്കളും തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ എല്ലാ ബന്ധങ്ങളും കൂടുതൽ ദൃഢമാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് യാത്രയായ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ, ഈ അടുത്ത നാളുകളിലും നമ്മുടെ പള്ളിയിൽ നമ്മുടെ തോളോട് തോള് ചേർന്ന് നമസ്കരിച്ച പല സഹോദരങ്ങൾ, നാഥ, എല്ലാവർക്കും നിന്റെ ജന്നാത്തിൽ ഉന്നതമായ ഇടം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. പോരായ്മകൾ എല്ലാം വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണേ നാഥ. നിന്റെ ജന്നാത്തിൽ അവരോടൊപ്പം എത്തിച്ചേരുവാൻ, ഒത്തുചേരുവാൻ ഞങ്ങൾക്കും തൗഫീഖ് നൽകണേ റബ്ബേ. അവശേഷിക്കുന്ന ദിനരാത്രങ്ങളെ ആവേശപൂർവ്വം പ്രയോജനപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ നാഥ. اللهم ارحمنا يا ارحم الراحمين. اللهم اغفر لنا ذنوبنا يا رب العالمين. اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. اللهم اجعل هذا الشهر الشريف شاهدا لنا لا شاهدا علينا، واجعله حجة لنا لا حجة علينا. اللهم اجعل القرآن حجة لنا ولا حجة علينا. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وصحبه أجمعين، والحمد لله رب العالمين.